ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്പോർട്സ് ഡ്രാമ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ബ്ലീഡ് ഫോർ ദിസ്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഈ സിനിമ കാണാം. കാരണം ഒരു ജെന്യൂൻ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. നമ്മുടെ വിന്നി പെസിൻസ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻസും അതിനുശേഷം അദ്ദേഹം എങ്ങനെ റിങ്ങിലേക്ക് കംബാക്ക് ചെയ്തു എന്നാണ് ഈ സിനിമയുടെ ഒറ്റ വരിയിൽ ഞാൻ പറയുന്നത്. 2016 ഇറങ്ങിയ അമേരിക്കൻ ബയോഗ്രഫിക് സ്പോർട്സ് ഫിലിമാണ്. നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ബെൻ എങ്ങർ. ഇതൊരു ബേസ്ഡ് ഓൺ ഒരു ഫോമർ വേൾഡ് ചാമ്പ്യൻ ബോക്സർ ആയിട്ടുള്ള നമ്മുടെ വിന്നി പെസിൻസിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായിട്ടുള്ള ഒരു ഇൻസിഡൻസും അദ്ദേഹത്തിൻ്റെ കംബാക്കിനെ കുറിച്ചുമാണ് ഈ സിനിമ പറയുന്നത്. ഇതിൽ ഡയറക്ടറിൻ്റെ എടുത്ത് പറയേണ്ടത്, അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് ചെറിയൊരു കാര്യമല്ല. അദ്ദേഹം ആ സിനിമയിൽ എന്താണോ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച് അതുപോലെ എടുക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് എന്താണ് അദ്ദേഹം അനുഭവിച്ചെന്ന് നമ്മൾ കൂടി ആ സിനിമ കണ്ടാവുക അനുഭവിക്കുന്ന ആ ഫീലിലേക്ക് എത്തിപ്പെടുത്താനും ഈ ഡയറക്ടർ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എഫേർട്ടും അത് കാണുന്ന നമുക്ക് ആ ഒരു ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുന്ന രീതിയാണെങ്കിലും എല്ലാം അൾട്ടിമേറ്റ് ആണ്. ഓസം എന്ന് പറയാൻ പറ്റില്ല, ഡബിൾ ഓസ് എന്നല്ലേ, അതിനപ്പുറത്തേക്ക് വല്ല വേർഡ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. അത്രമാത്രം ആ ഒരു ഇൻസിഡൻസും അദ്ദേഹത്തിൻ്റെ കംബാക്കൊക്കെ വളരെ സൂപ്പർബായിട്ട് കാണിക്കാൻ ഈ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് ഞാൻ പേടിച്ചു പറഞ്ഞാൽ എനിക്ക് ആ ഒരു സിമ്പതി ആവുന്നില്ലേ, ആ ഒരു പരിപാടി എനിക്ക് ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അപ്പോൾ എന്തെങ്കിലും സ്റ്റോറിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ എന്താ സംഭവിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇയാളുടെ നെക്ക് ഉണ്ടല്ലോ അത് ബ്രോക്കണായി പോകും. ആ നെക്ക് ബ്രോക്കണായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ അദ്ദേഹത്തിനെ കുറച്ച് അങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ നമ്മുടെ തലയെല്ലാം കൂടി ഇരുമ്പിൻ്റെ ഒരു റിങ്ങൊക്കെ വെച്ച് ഒരു സ്ക്രൂ ഒക്കെ ഇട്ടും വലിച്ചു മുറുക്കി ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ തല സ്റ്റഡിയായി നിർത്താനായിട്ട് ഇവർ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അത് അങ്ങനെ പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ അവർ അതങ്ങനെ വെച്ച് ഇദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചേക്കും. അത് കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം അതങ്ങനെ നിന്ന്, പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ഫസ്റ്റ് ലാസ്റ്റ് ബാറ്റിൽ നിന്നല്ലേ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി. ആദ്യം ഇയാൾ റിങ്ങിൽ കയറി തോൽക്കുന്നു, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇദ്ദേഹം നല്ലൊരു എഫേർട്ടൊക്കെ ഇട്ട് റിങ്ങിൽ ജയിക്കുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഒരു യാത്ര പോകാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്സും കൂടി യാത്ര പോകുന്നു. ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആക്സിഡൻറ്റ് ഉണ്ടായതും ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് മറ്റേ നെക്ക് ഉണ്ടല്ലോ ഒടിഞ്ഞു പോയി. ഒടിഞ്ഞു. പിന്നെ അതിനുശേഷം എല്ലാവരും ആക്സിഡൻറ്റ്, കാരണം അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന ഗെയിംസ് എല്ലാം തന്നെ വളരെ എന്തെങ്കിലും അദ്ദേഹം എന്ന പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹം എന്ന ഒരു കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ്, വല്ല ഇൻസ്പിറേഷനൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ തന്നെ ഓരോന്നിലും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഉറ്റുനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും തന്നെ പേടിച്ചു പോയി. പിന്നെ അദ്ദേഹത്തിന് ഇനി തിരിച്ച് വരാൻ പറ്റില്ല എന്ന് ഡോക്ടർ അർത്ഥം മുറിച്ച് പറയും. ഇനി ഇദ്ദേഹം തിരിച്ചൊരു റിങ്ങിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേ വിന്നി പെസിൻസ പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടർ ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത മകനെ. അദ്ദേഹം ശരിക്കും ജീവിക്കുകയായിരുന്നു. മില്ലർ ടെല്ലർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിക്കുക എന്ന് പറയാൻ പറ്റും. മാത്രമല്ല ഈ വിന്നി പെസിൻസയുടെ ആ ഒരു രൂപസാദൃശ്യം പക്ക ഈ മില്ലർ ടെല്ലറിന് ഉണ്ട്. അതേ അതുകൊണ്ട് ജെന്യൂൻ സ്റ്റോറി എന്ന് പറയാൻ, കാരണം അത്രമാത്രം അതും ആ ഇൻസിഡൻറ്റ് അതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് അനുഭവിച്ചുള്ള ഓരോ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പക്കയായി സിനിമയിൽ കാണിയതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് ഉണ്ട്. ആ ഒരു സമയത്ത് ഇദ്ദേഹം ഈ നമ്മുടെ ബാറൊക്കെ എടുത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ചെസ്റ്റിന് അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മെറ്റൽ റിങ് വേൾഡ് സാധനം, അതൊക്കെ ഇങ്ങനെ ആ ബാറിൽ തട്ടുമ്പോൾ ഇദ്ദേഹം കടന്ന് വേദനിക്കുന്ന ആ ഒരു വേദന കൊണ്ട് ആളിങ്ങനെ എന്ത് ചെയ്യാനെന്ന് തോന്നില്ല. അങ്ങനെ ഒരു എക്സ്പ്രഷനൊക്കെ ഈ സിനിമ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് കണ്ടപ്പോൾ ആ സിനിമ അത്രയും എന്താ പറയുക, ആ സിനിമയിൽ എനിക്ക് അത്രയും അലിഞ്ഞു ചേരാൻ പറ്റുന്ന പോലെ പറയാം. അത്ര ആ സിനിമ എനിക്കും ആണ് സംഭവിച്ചെന്ന് തോന്നിപ്പോയി. ചില സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ആ ഒരു സീൻസൊക്കെ അത്രമാത്രം നമ്മളിലായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഈ ഡയറക്ടർ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അത്ര മനോഹരമായി സിനിമ എടുക്കാനും അതുപോലെ വിഷ്വലൈസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമ കഴിഞ്ഞാൽ ഈ ഡയറക്ടർക്ക് ഇതിൽ 100-150% മാർക്ക് കൊടുക്കാം. 100-150 അല്ല, ഒരു ഇതിൽ പറഞ്ഞാൽ എന്നാലും അത്രമാത്രം നല്ല അടിപൊളിയായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണാൻ പറ്റുകയാണെങ്കിൽ കാണും. ഒരു 1.5 ട്രൂ സ്റ്റോറിയാണ്. ഇതിൽ അഭിനയിച്ചത് വ്യക്തി ഇദ്ദേഹത്തിൻ്റെ വിന്നി പെസിൻസിൻ്റെ അച്ഛനായി അഭിനയിച്ചൊരു വ്യക്തിയാണല്ലോ. അദ്ദേഹം ശരിക്കൊരു ഫാദർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ റോള്, എൻ്റെ മോനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൈരാൻ ഹൈൻസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ട്. അതും അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂ, അദ്ദേഹത്തിൻ്റെ ഒരു മകനോടുള്ള ഒരു
വിഷൻ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം ആ സിനിമയിൽ ശരിക്കും ഒരു യഥാർത്ഥ ഫാദർ എങ്ങനെയാണോ നമ്മൾ ഒരു മോനെ ചെയ്യുന്നത്, ഇതൊരു സിനിമയാണല്ലോ, സിനിമയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണല്ലോ, പക്ഷെ അതിൽ പോലും അത് നമുക്ക് ഇതൊരു സിനിമയായിട്ട് തോന്നില്ല ചില സമയങ്ങളിൽ. അത്ര മനോഹരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അഭിനയം, അതിൻ്റെ അഭിനയിച്ച ഓരോ വ്യക്തിയും വളരെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിൽ ആരോൺ എക്ഹാർട്ട് പറഞ്ഞൊരു കെവിൻ ഫ്ലോണി, ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കോച്ചായിട്ട് വരുന്നത്. അതിനുശേഷം ഇദ്ദേഹം ആദ്യം വിൻ ചെയ്യുന്നതും പിന്നെ അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് എന്താ പറയുക ആ ഒരു ആക്സിഡൻ്റ് ആവുന്ന, ആക്സിഡൻറ്റിന് ശേഷം നെക്ക് ബ്രോക്കൺ ആവുന്നു. പിന്നെ അദ്ദേഹം പിന്നെ കംബാക്ക് ചെയ്യാനായിട്ട് ഇദ്ദേഹം നിർബന്ധിക്കുന്നില്ല, കോച്ച് നിർബന്ധിക്കുന്നില്ല, ഈ സ്വയം നമ്മുടെ വിന്നി പെസിൻസ് എന്താണ് സ്വയം ഇറങ്ങിത്തിരിക്കാൻ, അതിനുശേഷം കംബാക്ക് ചെയ്യും. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബാറ്റിൽ വിജയിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കഥാഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിനിമ അടിപൊളിയാണ്. സിനിമ നിങ്ങൾ കാണുമ്പം കുറച്ചുകൂടി എന്താ പറയുക, നിങ്ങളും കുറച്ചുകൂടി കണക്റ്റഡ് ആവും. അത്ര മനോഹരമായി ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണും. ഒരു മൊട്ടാറ് സിനിമ എന്ന് പറഞ്ഞാൽ പോരാ മക്കളെ, ഒരു ഒന്നൊന്നര സിനിമയാണ്. എന്തായാലും ഈ സിനിമയുടെ ഒരു സോൾ തന്നെ ഈ സ്പോർട്സിൻ്റെ ആ ഒരു ഉണ്ടായ നെക്കിന് ശേഷം എങ്ങനെ കമ്പാക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന നല്ല സ്റ്റോറിയെല്ലാം കാണാൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ട്രൂ ഇവൻറ്റ്സ് എല്ലാം കണ്ട് ഇൻസ്പിറേഷനൊക്കെ ആവാൻ താല്പര്യപ്പെടുന്നവർക്കും ഒരു ഇടിവെട്ട് സിനിമയാണ്. നല്ല ഒന്നൊന്നര ഇടിവെട്ട് സാധനമാണ്. കാരണം നല്ല മോട്ടിവേറ്റഡ് പറഞ്ഞാൽ ഇതുമാതിരി മോട്ടിവേറ്റഡ് സിനിമ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു കംബാക്ക്, അതൊരു അൾട്ടിമേറ്റാണ്. നിങ്ങളൊക്കെ ഇതിന് മുമ്പെല്ലാം കണ്ടിട്ടുണ്ടാവും, സൗത്ത് കുറേ മൂവീസ് എല്ലാം ഇതിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഫൈറ്റിൻ്റെ നമ്മുടെ ഈ ബോക്സിംഗ് ആയിട്ട്. പക്ഷേ അത് നല്ല വ്യത്യാസമായിരിക്കും ഈ മൂവിയുടെ ആ ഒരു ട്രൂ ഇവൻറ്റ്സും അതെടുത്തിരുന്ന രീതി, അതിൻ്റെ കംബാക്ക് ചെയ്യുന്ന ആ ഒരു രീതി, ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു ഇരുപട്ട് സിനിമയാണ്, നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾക്കും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഓക്കെ, ബൈ, സീ യു.